പുറത്ത് മഴ ചിണുങ്ങി ചിണുങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും കൂർക്കം വലിച്ച് ഉറക്കം ആസ്വദിക്കുന്ന ഞാൻ ഇന്ന് പതിവിന് വിപരീതമായി പ്രവർത്തിക്കാൻ എന്നെ തന്നെ സ്വൈര്യം കെടുത്തി. അങ്ങനെ ഞാൻ എന്നെ തന്നെ കുത്തി എണീപ്പിച്ച് അടുക്കളയിലേക്ക് പാഞ്ഞു. പൂരിയും മുട്ടക്കറിയും തയ്യാറാക്കി. പ്രാതലിന്റെ ഒരുക്കം കഴിഞ്ഞപ്പോഴേക്കും അലങ്കോലമായ അടുക്കളയെ ഞാൻ വീണ്ടും കുത്തിയിരുന്ന് ഒന്ന് മിനുക്കിയെടുത്തു. തലേന്ന് രാത്രി കെട്ടിയോൻ കൊണ്ടുവന്ന പലചരക്ക് സാമഗ്രികൾ അപ്പോഴേക്കും കൂട്ടക്കരച്ചിൽ തുടങ്ങിയിരുന്നു. കൊണ്ടുപോകുമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവയെല്ലാം ഞാൻ കലവറയിൽ കൊണ്ടുപോയി വിശ്രമിക്കാൻ അനുവദിച്ചു. 10-16 കൊല്ലം പഴക്കമുള്ള എൻ്റെ ഫൈബർ മേശയാട്ടോ അത് തുടച്ച് വൃത്തിയാക്കാൻ നേരം പുറത്തൊരു പക്ഷി പാട്ട് പാടാൻ തുടങ്ങിയിരുന്നു. എന്താണെന്നറിയില്ല, ഒരു കൗതുകം, കേൾക്കാനൊരു സുഖം, കാതിനിമ്പം. പിന്നെ വെള്ളവുമായി എടുത്ത് ഞാൻ ഉമ്മറത്തേക്ക് നടന്നു. അവിടെ മഴയും മണ്ണും ഒന്നു ചേർന്ന മിശ്രിതം എൻ്റെ ഉമ്മറപ്പടിയുടെ മുഖത്ത് മേക്കപ്പ് പോലെ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നു. എനിക്കതൊട്ടും ഇഷ്ടമായില്ല. ഞങ്ങളെ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. നാച്ചുറലി നല്ല സൗകര്യമുണ്ട്. കുറച്ച് വെള്ളവുമായി ചെന്ന് ഞാൻ എൻ്റെ ഉമ്മറപ്പടിയുടെ മുഖം ഒന്ന് മിനുക്കിയെടുത്തു. ഇപ്പം മുടുക്കിയായി. അപ്പം ടാറ്റ. പോണ പോക്കിൽ ആ ലൈക്കും സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് നെക്കി